ഇപ്പൊ കാലിന് വേനുണ്ടാ? അച്ഛനെന്തിനാ അമീറേട്ടനെ തല്ലിയേ? ഇത്രയും പറഞ്ഞിട്ട് തനിക്ക് മനസ്സിലാക്കാൻ പറ്റണില്ലേ? അവനൊക്കെ തന്നെ എന്ത് വേണേലും ചെയ്യാം. അവൻ്റെ ഒന്നും കൂടെ പോകരുത്. അല്ല അച്ഛാ, അമീറേട്ടൻ എൻ്റെ ഫ്രണ്ടാ. ഫ്രണ്ടോ? താൻ ഇത്ര പൊട്ടനായി പോയില്ല കിച്ചു. ഒരു ദിവസം ഞാൻ സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവിടുത്തെ പട്ടി എന്നെ കടിക്കാൻ വന്നു. ഞാൻ പേടിച്ചിട്ട് ഓടി. പട്ടി എൻ്റെ പുറകെ ഓടി. അമീറേട്ടൻ എന്നെ രക്ഷിച്ച അച്ഛാ. താൻ എന്താ എന്നോട് പറയായിരുന്നു? എനിക്ക് അച്ഛനെ ഇഷ്ടമല്ല. പതിനൊന്ന് മണിക്ക് സ്കൂൾ വിടുന്നത് പാരൻ്റായി എന്നെ അറിയിച്ചില്ല. എന്നിട്ട് അത് തന്നെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികളുടെ കാര്യത്തിൽ റെസ്പോൺസിബിലിറ്റി ഇല്ലെങ്കിൽ ഈ പരിപാടി നിർത്തിക്കോളും. നോക്കൂ സർ, നിങ്ങളുടെ കുട്ടി മാത്രമല്ലല്ലോ ഈ സ്കൂളിൽ പഠിക്കുന്നത്. സ്കൂൾ വിടുന്ന സമയം വരെ ഞങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഉള്ളൂ. അത് കഴിഞ്ഞ് അവരെവിടെ പോയാലും അതിന് ഞങ്ങളോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? എന്നെ പറഞ്ഞാൽ ഞാനിവിടെ പഠിപ്പിക്കുന്നില്ല. ഞാൻ TC അപ്ലൈ ചെയ്തു. അത് നിങ്ങളുടെ ചോയ്സാണ് സർ. അക്കാഡമിക് ഇയറിൻ്റെ ഈ ഒരു അവസരത്തിൽ കുഞ്ഞിനെ കൊണ്ടുപോയാൽ അവനായിരിക്കും സഫർ ചെയ്യുന്നത്. യു സ്പോയിലിംഗ് ഹിസ് ഫ്യൂച്ചർ ആൻഡ് ഐ ആം സോ സോറി ടു സേ ദിസ്. You don't have to worry about it. വെണ്ടക്ക ഫ്രൂട്ടാണോ വെജിറ്റബിൾ ആണോ? എനിക്കറിയില്ല. ഫ്രൂട്ടാ. അച്ഛനെങ്ങനെ മനസ്സിലായെന്നോ? അച്ഛൻ ഗൂഗിളിൽ നോക്കി. നമുക്ക് തറവാട്ടിലേക്ക് മാറാം. അവിടെ ആകുമ്പോൾ സുഭദ്രാമ്മയുടെ അപ്പവും അമ്മൂക്കെ ഉണ്ടാവും. ടീച്ചറിന് സ്കൂളിൽ പോകാനും കളിക്കാനൊക്കെ കൂട്ടാവും. അച്ഛൻ അന്വേഷിച്ചു, ഇവിടുത്തെ സ്കൂളിനേക്കാളും നല്ലതാണ് അവിടുത്തെ സ്കൂൾ. അവിടെ കഴിച്ചേ. നമുക്ക് എന്ത് ദേഷ്യം ഉണ്ടെങ്കിലും അത് ഭക്ഷണത്തോട് കാണിക്കരുത്. അച്ഛന് കഴിക്കാൻ വേണ്ടിയല്ലേ അച്ഛൻ ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയത്. കഴിക്കും. കിച്ചു ഉറങ്ങിയോ? അച്ഛൻ കിച്ചുവിൻ്റെ കൂടെ കിടക്കാം. കിച്ചൻ ഇപ്പോഴും അച്ഛനോട് ദേഷ്യമാണോ? അച്ഛനൊരു പഴയ മനുഷ്യനല്ലേ? അച്ഛാ, ഞാൻ ഉറങ്ങട്ടെ. അച്ഛന് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജന്തു എന്താണെന്നറിയോ? സീബ്ര. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ? അച്ഛാ, അച്ഛൻ എത്ര മോശം മനുഷ്യനാണോ വെച്ചോ? കിച്ചുവിൻ്റെ അമ്മ മരിച്ചിട്ടും വേറെ അമ്മയെ കൊണ്ടുവരാത്ത അച്ഛനെ കിച്ചുവിൻ്റെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? കിച്ചുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആകാൻ വേണ്ടിയിട്ടല്ലേ?
വെരി ഗുഡ് കിച്ചു. ഇപ്പം ഇതെങ്ങനെ കിട്ടിയത്? അച്ഛൻ പറഞ്ഞുകൊണ്ടല്ലേ? അച്ഛനിങ്ങനെ പറഞ്ഞു തരാൻ ഒരു മുത്തച്ഛനുണ്ടായിരുന്നു. അച്ഛൻ അങ്ങനെ വലിയ ആളായത്. പറഞ്ഞത് കേട്ടില്ലേ, അച്ഛനെ മുത്തച്ഛൻ അടിക്കുമായിരുന്നു. കിച്ചുവിന് അച്ഛൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ലല്ലോ. പക്ഷേ മിസ്സിൻ്റെ മുമ്പിലിരുന്നപ്പോൾ അച്ഛൻ എന്താ തോന്നിയെന്നറിയോ? അച്ഛൻ ഭൂമി കൊണ്ടുവന്ന് താഴോട്ട് പോയിക്കോട്ടെ. സോറി അച്ഛ, ഞാൻ ശരിക്കും അറിയാതെ എഴുതിയതാ. സാർ ഈ സ്റ്റെയർ നടന്നിറങ്ങി കഷ്ടപ്പെടുന്നത് എന്തിനാ സാറേ? ഒരു സൈക്കിൾ മേടിച്ചാൽ പോരെ? എനിക്കൊരു കൂട്ടാവത്തില്ലേ? വിസിറ്റേഴ്സ് ബുക്ക് എടുക്കണോ? എന്താ സാറേ? എടുക്കണോ? ഇവിടുത്തെ ജനറേറ്റർ വർക്ക് ചെയ്യില്ലേ? ആണോ സാറേ? എന്താ? അല്ല സാറേ, കറണ്ട് പൈപ്പ് ഞാൻ പോയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. എന്താ ഓട്ടോമാറ്റിക് സ്റ്റാർട്ടിങ് വർക്ക് ചെയ്യണല്ലേ? ഉണ്ടായിരുന്നു സാറേ, പക്ഷേ ഇന്നലെ ഒന്ന് മാനുവലായിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്യാണ്ട്. ഞാൻ ഇപ്പോൾ റൂമിൻ്റെ കീ കാണില്ല. സ്പെയർ കീ എടുത്ത് നോക്കി ലേറ്റായി. ഈ 4 മണിക്ക് ശേഷം വന്ന ഗസ്റ്റിൻ്റെ പേര് ഞാനെന്താ എൻട്രി ആയിരുന്നു? സാറേ, 4 മണിക്ക് ശേഷം ഗസ്റ്റ് ഒന്നും വന്നിട്ടില്ല സാറേ. സോറി സാറേ, ഞാൻ വന്നിട്ട് 1 മാസമായിട്ടുള്ളൂ. പരിചയമായിട്ട് വരുന്നുള്ളൂ. പെട്ടിയും ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചേക്ക്. ഞാൻ ഏജൻസി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. സാറേ